ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ കറി പീസിന് വാങ്ങിച്ചിട്ടുള്ള ചിക്കനാണ്. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 10-12 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഗ്രാം അളവിൽ പറയുന്നില്ല, കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം തോന്നിയ കുറച്ച് ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാം അളവൊന്നും നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുള്ള മസാലകളൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുത്ത ചിക്കനിലെ എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ മസാലയോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പത്തിരി റെഡിയാക്കാം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു വലിപ്പം വരുന്ന ഗ്ലാസ് എടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഓയിലും 1/4 ടീസ്പൂൺ ഉപ്പും ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരിയാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരി. അപ്പോൾ നമ്മുടെ ആ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ചട്ടിയുടെ സൈസ് അനുസരിച്ച് നമുക്കിത് എണ്ണത്തിൽ മാറ്റം വരുത്താം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചട്ടി കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ആക്കിയിട്ടുള്ളത്. ചെറിയ ടൈപ്പൊക്കെ ആണെങ്കിൽ 6 എണ്ണമൊക്കെ ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് 4 എണ്ണം ആക്കിയിട്ട് പരത്തിയെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ആ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊന്നും കുക്ക് ചെയ്യുന്ന അത്ര കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് 2 സൈഡ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ 4 എണ്ണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 3/4 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് മിക്സിയിലും ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്യാം. ഞാനിവിടെ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഗ്രീസ് ചെയ്തിട്ടുള്ളത്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരി ഈ മുട്ട മിക്സിലോട്ട് മുക്കിയതിന് ശേഷം നമ്മുടെ പാത്രത്തിലോട്ട് വച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഓൾറെഡി ഞാൻ 3 ഭാഗമാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മസാല കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുറച്ച് പാത്രത്തിന് വലുപ്പം കൂടുതലായതുകൊണ്ട് അതിൻ്റെ ആ തിക്നെസ് കുറച്ച് കുറയും. എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ സെക്കൻഡ് ലെയറും നമ്മുടെ മുട്ടയിലെ മിക്സിലോട്ട് മുക്കിയതിന് ശേഷം ഇതിലോട്ട് വച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ മിഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ലെയറും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട മിക്സ് ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലോട്ടും ഈ മിക്സ് എത്താൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ.
ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കയ്യിലില്ലാത്തത് കൊണ്ടാണ് പകരം കറിവേപ്പില ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗം കുക്കായി വന്നാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈം മാക്സിമം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വേണ്ടി വരും. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അതുപോലെ തന്നെ നമ്മളെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. അടിഭാഗം ഈ ഒരു കളറായി മാറുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയതിന് ശേഷം ഈ ഒരു കളറായി വന്നിട്ടുണ്ടോ നോക്കിയിട്ട് നേരെ മറിച്ചിട്ടിട്ട് മറ്റേ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഫ്ലെയിമിൽ ഓയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്